മുത്തശ്ശി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ കേട്ടത് ഏതാ കഥ? പ്രഭാകര കവിയെ പറ്റിയായിരുന്നു കഴിഞ്ഞ തവണ പറഞ്ഞത്. ഈ പ്രാവശ്യം നമുക്ക് കാക്കശ്ശേരി ഭട്ടതിരിയെ പറ്റി ഒന്ന് കേൾക്കാം. കാക്കശ്ശേരി ഭട്ടതിരിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ കുറച്ച് ഭാഗമൊക്കെ പഠിച്ചിട്ടുണ്ട്. മിക്കവരും പഠിച്ചിട്ടുണ്ടാവും. എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ മിക്കവാറും പഠിച്ചിട്ടും ഉണ്ടാവും. ഇപ്പോഴൊന്നും അതൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പാഠഭാഗങ്ങളിൽ. അപ്പം നമുക്കതൊന്ന് കേൾക്കാം. കോഴിക്കോട്ട് മാനവിക്രമൻ രാജാവിൻ്റെ കാലത്ത് ഈ വേദശാസ്ത്രങ്ങളിലും അതുപോലെ തത്വജ്ഞന്മാരും ഒക്കെ ആയ വലിയ വലിയ ബ്രാഹ്മണരുടെ ഒരു യോഗം എല്ലാ കൊല്ലവും അവിടെ കൂടണം എന്നൊരു നിയമം ഏർപ്പാടുണ്ടായിരുന്നു. ആ യോഗം കോഴിക്കോട് തളി ക്ഷേത്രത്തിലാണ് കൂടുക പതിവ്. അപ്പൊ ബ്രാഹ്മണര് അവിടെ കൂടിയാല് വേദം, ശാസ്ത്രം, പുരാണം ഈ തുടങ്ങിയതിനെ കുറിച്ചൊക്കെ വാദം നടത്തും. അപ്പോ വാദിച്ച് ജയിക്കുന്നവർക്ക് സംഭാവനയായിട്ട് ഓരോ പണക്കിഴി തമ്പുരാൻ കൊടുക്കാറുണ്ട്. അപ്പോ വേദശാസ്ത്ര പുരാണങ്ങളുടെ ഓരോ ഭാഗങ്ങളെയും വേർതിരിച്ച് 108 വിഭജിച്ച് അവയിൽ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേകം വാദം ഒക്കെ പതിവുണ്ടത്രേ. അവയ്ക്കെല്ലാം ഓരോ പണക്കിഴി. അങ്ങനെയാണത്രേ പതിവ്. അതുകൂടാതെ ഇത്രയും കൂടാതെ 109ാമത് ഒരു വയോധികർക്ക് മാത്രമായിട്ടുള്ള ഒരു കിഴിയും പതിവുണ്ട്. വിശേഷിച്ച് അത് പ്രത്യേകമായിട്ട് വേറെയും കൊടുക്കാറുണ്ടത്രേ. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ കുറെ കാലം മലയാള ബ്രാഹ്മണര് ഇത് പണക്കിഴി മേടിച്ചുകൊണ്ടിരുന്നു. പലരായിട്ട് സമ്മാനമായിട്ട് മേടിച്ചു കൊണ്ടുപോന്നിരുന്നു. ഇങ്ങനെ കുറെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോ എല്ലാ വേദവും എല്ലാ ശാസ്ത്രവും ഒക്കെ അറിയാവുന്ന യോഗ്യരായിട്ടുള്ള ആളുകള് കുറഞ്ഞു വന്നു. മലയാള ബ്രാഹ്മണരില് കുറഞ്ഞു വന്നു തുടങ്ങി. ഇപ്പൊ തമ്പുരാന്റെ ഈ ഏർപ്പാട് ഇപ്പോ അന്യദേശങ്ങളിലേക്കും തമിഴ്നാട് അങ്ങനെ ആ കർണാടക ഭാഗങ്ങളിലേക്കൊക്കെ പ്രസിദ്ധമായി തുടങ്ങി കുറെ നാള് കഴിഞ്ഞപ്പോ. അപ്പോ പരദേശങ്ങളിലും നിന്നും ഇതിനൊക്കെ യോഗ്യരായിട്ടുള്ള അവിടുത്തെ ബ്രാഹ്മണര് ഇതിൽ കൂടുന്നതിനായിട്ട് ഇങ്ങോട്ട് വന്നു തുടങ്ങി. അങ്ങനെ മലയാള ബ്രാഹ്മണരും പരദേശ ബ്രാഹ്മണരും നമ്മുടെ ഇവിടെയുള്ള സാധാരണ നമ്പൂതിരിമാരും അവിടെയുള്ള ബ്രാഹ്മണരും എല്ലാവരും കൂടി 109 പലർക്കായിട്ട് അവിടെയുള്ളവർക്കും കിട്ടും ഇവിടെയുള്ളവർക്കും കിട്ടും. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ വാങ്ങി കുറെ കാലം അങ്ങനെ നടന്നു. പിന്നെയും കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോ ഈ വാദത്തിൽ ജയിച്ച് കിഴി വാങ്ങാൻ പറ്റിയ യോഗ്യരായിട്ടുള്ളത് മലയാള ബ്രാഹ്മണരില് ആരും ഇല്ലാണ്ടായി ഇത്രേ. അപ്പോ ഇവിടെ ഉള്ളവർക്കൊക്കെ വലിയ വിഷമായി. നമ്മള് പണ്ട് വാങ്ങിക്കൊണ്ടിരുന്ന ഈ കിഴിയൊക്കെ അന്യദേശത്ത് ഉള്ളവരാണല്ലോ ഇപ്പൊ കൊണ്ടുപോണത് എന്നൊരു സങ്കടം. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അന്യദേശത്ത് നിന്ന് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് വലിയ സർവജ്ഞനായിട്ട് ഒരു ഉദ്ദണ്ഡൻ എന്നൊരു പേരായിട്ടൊരു ശാസ്ത്രികൾ വന്നു. ഒരു ബ്രാഹ്മണൻ, അന്യദേശത്തെ ബ്രാഹ്മണനാണ്. ഈ സഭയിൽ വന്നു വാദം നടത്താനായിട്ട്. വേറെ ഏതോ ദേശത്തുനിന്ന് വന്നു. അദ്ദേഹം നല്ല അറിവുള്ള ആളായിരുന്നു. എന്നാലും ആ അറിവുണ്ട് എന്നുള്ളതിന്റെ ഒരു ഗർവ്, ഒരു അഹങ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ ഈ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോ തന്നെ അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാ വന്നത്. എന്താന്നോ? പലായത്വം രേരേ ദുഷ്കവികുഞ്ചരാഹ വേദാന്തവന സഞ്ചാരി ഹ്യായാത്യുദ്ദണ്ഡകേസരി എന്നാണ് ശ്ലോകം ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇവിടെയുള്ള ബ്രാഹ്മണരെ ഒക്കെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ശ്ലോകമായിരുന്നു അത്. അല്ലയോ ദുഷ്കവികളാവുന്ന ആനകളെ, നിങ്ങൾ ഓടിക്കൊള്ളുക എന്നാണ് പറഞ്ഞത്. എന്താന്ന് വെച്ചാല് വേദാന്തമാകുന്ന വനത്തിൽ സഞ്ചരിക്കുന്ന ഉദ്ദണ്ഡനാവുന്ന സിംഹം ഇതാ വരുന്നു എന്നാണ് അദ്ദേഹം ആ ശ്ലോകത്തിൽ കൂടി പറഞ്ഞത്. ഇദ്ദേഹം സഭയിൽ വന്ന് സകല വിഷയത്തിലും വാദിച്ചു.
മലയാളികളും പരദേശികളും ആയിട്ടുള്ള പല യോഗ്യന്മാരെയും തോപ്പിച്ചു, കിഴിയും കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് ഇപ്രകാരമുള്ള യോഗ്യത കണ്ടപ്പോൾ ശക്തൻ തമ്പുരാന് വളരെ ബഹുമാനവും തോന്നി. അപ്പൊ ശാസ്ത്രികളെ തന്റെ കൂടെ തന്നെ സ്ഥിരമായിട്ട് താമസിപ്പിച്ചു. അപ്പൊ ആണ്ടുതോറും ഈ ശാസ്ത്രികളെല്ലാരും ജയിച്ച് ഈ കിഴിയൊക്കെ ശാസ്ത്രികൾക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നു. അങ്ങനെ ആയപ്പോ ഈ മലയാള ബ്രാഹ്മണൻ, നമ്മുടെ നാട്ടിൽ നിന്നല്ലേ ഈ കിഴിയും കൊണ്ട് ഈ വിദ്വാൻ പോണത്. അപ്പൊ എല്ലാവർക്കും ഒരു ലജ്ജ, ഒരു വിഷമം ഒക്കെ തുടങ്ങി. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും ഇല്ലല്ലോ. ഈ പരദേശത്തുനിന്ന് വന്ന ഒരാൾ ഈ സംഭാവനകളെല്ലാം വാങ്ങുകയും പല പല ബഹുമതികൾ കിട്ടുക, രാജസന്നിധിയിൽ രാജാവിന്റെ കൂടെ താമസിക്കുക, ഇതൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റാണ്ടായി. അപ്പോ എല്ലാരും കൂടി ആലോചിച്ചു, മലയാള ബ്രാഹ്മണരില് പ്രധാനന്മാരായിട്ടല്ല എല്ലാരും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തില് കൂടി. പിന്നെ എന്നിട്ട് അവിടെ എല്ലാരും കൂടി അവരുടെ കൂട്ടത്തില് ഉദ്ദണ്ഡ ശാസ്ത്രികളെ ജയിക്കാൻ തക്ക യോഗ്യതയുള്ള ഒരാള് ഉണ്ടാവുന്നതിന് ഒരു മാർഗം ആലോചിച്ചു. അന്ന് കാക്കശ്ശേരി ഭട്ടതിരിയുടെ ഇല്ലത്ത് ഒരു അന്തർജനത്തിന് ഗർഭം ആണ് എന്നുള്ള ഒരു ശങ്കയെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആണ് എന്ന് ഉറപ്പിച്ച് പറയാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അവർക്ക് ഇവരൊക്കെ ആ വിവരം അറിഞ്ഞു. ഇങ്ങനെ കാക്കശ്ശേരി അന്തർജനത്തിന് ഗർഭമുണ്ട് എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ കേട്ടപ്പോഴേക്ക് ഈ അന്തർജനം പ്രസവിക്കുന്നത് വരെ ഇവരെല്ലാവരും കൂടി ഒരു ദിവ്യമന്ത്രം, ബാല എന്ന് പേരിട്ട് ഉള്ളൊരു മന്ത്രം ഉണ്ട്. അത് കൊണ്ട് വെണ്ണ ജപിച്ച് ആ അന്തർജനം പ്രസവിക്കുന്നത് വരെ ദിവസം തോറും ഇതെന്നും കൊടുക്കാൻ തുടങ്ങി. അതുപോലെ ഈ ഒരു ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി അന്ന് മുതൽ. അങ്ങനെ ഈ അന്തർജനം പ്രസവിക്കുന്നത് വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മന്ത്രശക്തിയും ഈശ്വരാനുഗ്രഹവും എല്ലാം കൂടിയായിട്ട് ആ അന്തർജനം പ്രസവിച്ചത് ഒരു ഉണ്ണിയായിരുന്നു, ഒരു ആൺകുട്ടിയായിരുന്നു. ആ ഉണ്ണിയാണ് കാക്കശ്ശേരി ഭട്ടതിരി എന്ന് പ്രസിദ്ധമായിട്ടുള്ള ആള്. ഈ കാക്കശ്ശേരി ഭട്ടതിരി എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടിയാകുമ്പോ തന്നെ അതിബുദ്ധിമാനായിരുന്നു എന്നാണ് പറയണത്. അദ്ദേഹത്തിന് 3 വയസ്സായപ്പോ അച്ഛൻ മരിച്ചു അത്രേ. പിന്നെ ഒരു കൊല്ലക്കാലം ദീക്ഷ വേണം. അപ്പോ ദീക്ഷക്കാലത്ത് ഇങ്ങനെ ബലിയിടും, എല്ലാ ദിവസവും ബലിയിടും. പിണ്ടം മുറ്റത്ത് കൊണ്ടുവച്ച് കൈകൊട്ടി വിളിക്കുമ്പോ പിണ്ടം കൊത്താനായിട്ട് കാക്ക വരുമല്ലോ. അപ്പൊ ഈ വരുന്ന കാക്കകളെയൊക്കെ കണ്ടാല് പ്രത്യേകം തിരിച്ചറിയൂത്ര ഈ ഉണ്ണി. എന്നുവെച്ചാ ഇന്ന് വന്ന കാക്ക നാളെയും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണി പറയൂത്രേ, ഇത് ഇന്നലെ വന്ന കാക്കയാണ്, ഈ കാക്ക ഇന്നലെ വന്നിട്ടില്ല, ഇത് ഇന്ന് വന്ന കാക്കയാണ്, മറ്റേത് ഇന്നലെയും വന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂത്രേ. അല്ല, അപ്പൊ ഇന്നലെ വന്ന കാക്കയും ഇതുവരെ വരാത്ത കാക്കയും ഒക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ അമ്മോട് ഇങ്ങനെ പറയൂത്രേ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് കാക്കശ്ശേരി എന്നുള്ള പേര് കിട്ടി. അങ്ങനെയാണത്ര ആ ഇല്ലത്തിന് തന്നെ കാക്കശ്ശേരി എന്നുള്ള പേര് വന്നത്. അതിനു മുമ്പ് ഇവരുടെ ഇല്ലപ്പേര് എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ല. അതങ്ങട് മറന്നുപോയി എല്ലാവരും. ഒരിക്കൽ കണ്ട കാക്കയെ വീണ്ടും കണ്ടാൽ നമുക്കൊന്നും ഇപ്പൊ കണ്ട കാക്കയാണ്, ഇപ്പൊ കണ്ടതാണ് പോയിട്ട് വന്നാൽ പോലും നമുക്ക് മനസ്സിലാവില്ല. എല്ലാ കാക്കയും ഒരുപോലെയാണ്. ചിലപ്പോ ഈ കഴുത്തിലൊരു വെളുത്ത പാടൊക്കെ ഉണ്ടാവും ചില കാക്കയ്ക്ക്, അത് ബലിക്കാക്കയാണ് എന്ന് പറയാറുണ്ട് അല്ലെ. അങ്ങനെയുള്ളതിനെ നമ്മൾ തിരിച്ചറിയും. അപ്പോ അല്ലാത്ത എല്ലാ കാക്കയും ഒരുപോലെയാണ്, നമുക്കൊന്നും അത് മനസ്സിലാവില്ല. പക്ഷെ ഈ ഉണ്ണിക്ക് അത് മനസ്സിലായിരുന്നു എന്നാണ് പറയണത്. അപ്പൊ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ബുദ്ധിയുടെ സൂക്ഷ്മത എത്ര ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പോ ബ്രാഹ്മണർക്ക് സാധാരണയായി ഉപനയനത്തിന്റെ കാലം 8-ാം വയസ്സ് മുതലാണ്. 7 വയസ്സ് കഴിഞ്ഞാൽ ആണ് ഉപനയനം ഉണ്ടാവാറ്. ഉപനയനം കഴിഞ്ഞാല് പിന്നെ നിത്യകർമാനുഷ്ഠാനങ്ങൾക്ക്
അതുപോലെ മന്ത്രങ്ങൾ പഠിക്കണം, വേദം പഠിക്കണം, ഒക്കെ വേണം. അതിനുള്ള പ്രായം കൂടി വേണമല്ലോ. അതുകൊണ്ടാണ് ഈ 7 വയസ്സ് കഴിഞ്ഞ് എന്ന് വെച്ചിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാനുള്ള ഇത് ചൊല്ലാനും ഒക്കെയുള്ള ഒരു കഴിവ് വരണല്ലോ കുട്ടികൾക്ക്. ആ സമയത്താണ് ഉപനയനം ചെയ്യാറ്. അപ്പൊ ഈ ഉണ്ണി എന്താന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിയുള്ള ഒരു ഉണ്ണിയാണ്, കൃശാഗ്ര ബുദ്ധിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് ഈ ഉണ്ണിയെ 3-ാമത്തെ വയസ്സിൽ തന്നെ ഉപനയനം കഴിച്ചു. പിന്നെ 3-ാമത്തെ വയസ്സിൽ എഴുത്തിനിരുത്തി 5-ാമത്തെ വയസ്സിൽ ഉപനയനം കഴിച്ചു. അങ്ങനെയാണ് പറയുന്നത്. 5.5 വയസ്സിൽ 6 വയസ്സാവുന്നതിന് മുമ്പേ ഉപനയനം കഴിച്ചു ഇത്രേ. അദ്ദേഹത്തിന് അതൊരു അതാത് കാലത്ത് പഠിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ ബുദ്ധിയുടെ മാഹാത്മ്യവും ശക്തിയും ഒക്കെ കാണിക്കണ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം നടന്നു. കാക്കശ്ശേരി ഭട്ടതിരിയുടെ ബാല്യം എന്ന് പറയുന്നത് അവിടെ അടുത്ത് തന്നെയുള്ള മൂക്കറ്റത്ത് ഭഗവതി ക്ഷേത്രം. മൂക്കറ്റത്ത് എന്നാണ് മൂക്കുതല ഭഗവതി എന്ന് നമ്മളിപ്പൊ കേൾക്കുന്നത്. അതിന് ഇപ്പം ലോപിച്ചിട്ട് മൂക്കോല എന്നായി. മൂക്കോല ക്ഷേത്രം മൂക്കോല അമ്പലം എന്നൊക്കെയാ പറയാ. മൂക്കോല ഭഗവതി എന്നാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ ശരിക്കുള്ള മൂക്കറ്റത്ത് ഭഗവതി എന്നാണത്രേ. അപ്പൊ ഈ മൂക്കറ്റത്ത് എന്നുള്ളതാണ് മൂക്കുതല. അറ്റം എന്നുള്ളതിന് തല എന്നും പറയുമല്ലോ. അപ്പൊ അങ്ങനെ അത് മൂക്കുതലയായി, അങ്ങനെ മൂക്കോലയായി ഇപ്പോ. ആ അമ്പലത്തില്, ആ ദേവീക്ഷേത്രത്തില് ദിവസം തോറും തൊഴിക്കാൻ കൊണ്ടുപോകുത്രേ. അങ്ങനെ ഒരു ദിവസം ഈ ഇല്ലത്തുള്ള ഭൃത്യന്റെ കൂടെ പോയി തൊഴുതിട്ട് തിരിച്ചു വരുമ്പോ വഴിയില് ആരോ ഒരാള് എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോ ഈ 5 വയസ്സ് ഉള്ള ഈ ഉണ്ണി പറഞ്ഞു, ഞാന് ഭഗവതിയെ തൊഴാൻ പോയതാ എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേയാൾ ചോദിച്ചു, എന്നിട്ട് എന്താ പറഞ്ഞേ ഭഗവതി എന്ന് ചോദിച്ചു. കുട്ടികളോട് ചോദിക്കണ പോലെ അത്. അപ്പോ ഈ ഉണ്ണി ഉത്തരം പറഞ്ഞത് ഒരു ശ്ലോകത്തിലാ. യോഗിമാർ സതതം പൊത്തും തുമ്പത്തെ തള്ളയാരഹോ നാഴിയിൽ പാതിയാടിയില പലാകാശേന വാ നവാ എന്ന്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ ചോദ്യം ചോദിച്ച ആള് വിഷമിച്ചു. അപ്പോ പിന്നെ അതിന്റെ അർത്ഥം മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ ഉണ്ണി തന്നെ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. എന്താണ്? യോഗിമാർ സതതം പൊത്തും തുമ്പത്തെ തള്ളയാരഹോന്ന്. അപ്പൊ യോഗിമാര് വേദം ജപിക്കുമ്പോഴും ഒക്കെ ഈ മൂക്കിന്റെ അറ്റം ഇങ്ങനെ പിടിച്ചിട്ടാണ് ജപിക്കാറ്. അപ്പോ യോഗിമാർ സതതം പൊത്തും, എല്ലായ്പ്പോഴും പൊത്തുന്ന മൂക്ക് പിടിച്ച് ജപിക്കും. അപ്പോ തുമ്പത്തെ, അപ്പൊ മൂക്കിന്റെ തുമ്പത്തെ, അതാണ് മൂക്കുതല. അപ്പൊ മൂക്കുതല എന്നുള്ള പേരായി. തള്ളയാര് ഭഗവതിയെ പറയാണ്, തുമ്പത്തെ തള്ളയാരഹോ, എല്ലാം കൂടി മൂക്കറ്റത്ത് ഭഗവതി എന്നാണ് അർത്ഥം. ഇപ്പൊ യോഗിമാർ സതതം പൊത്തും തുമ്പത്തെ തള്ളയാരഹോ എന്ന് പറഞ്ഞാൽ ഈ മൂക്കോല ഭഗവതി നാഴിയിൽ പാതി ആടിയില്ല എന്ന് പറയുമ്പോ നാഴി എന്ന് പറഞ്ഞാൽ ഒരു കണക്കാണ്. ഇപ്പൊക്കെ ലിറ്റർ എന്നൊക്കെയാണല്ലോ. പണ്ടത്തെ ഒരു കണക്ക് നാഴിയുടെ ഒരു നാഴിയും കൂടി അതിന്റെ കൂടെ ചേർന്നാൽ 2 നാഴി, അതുപോലെ 3 നാഴി, അത് കഴിഞ്ഞാൽ എടങ്ങഴി, അങ്ങനെയാണ് കണക്ക്. അപ്പൊ ഈ നാഴിയിൽ പാതി എന്ന് പറയുമ്പോ ഉരി, നാഴിയുടെ പാതി ഉരിയുടെ പാതിയാണ് ആഴക്ക്. നമ്മളൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, വയലാറിന്റെ ആന്ന് തോന്നുന്നു. ആഴക്കു കണ്ണീരിലെൻ സ്നേഹ സ്വപ്നത്തിൻ, അങ്ങനെ ഒരു പാട്ടില്ലേ, പഴയൊരു പാട്ട്. അരയന്നം മുങ്ങിച്ചത്ത കഥ പറയാം, അങ്ങനെ ഒരു കഥ പറയണ ഒരു സിനിമാ പാട്ടുണ്ട്. അപ്പൊ ഈ ആഴക്ക് എന്ന് പറയുമ്പോ ഈ നാഴിയുടെ പാതി ഉരിയുടെ പാതിയാണ് ആഴക്ക്. അപ്പൊ ഈ നാഴിയിൽ പാതി ആടിയില്ല എന്ന് പറയുമ്പോ ഉരി ആടിയില്ല എന്ന് വെച്ചാല് ഒന്നും മിണ്ടിയില്ല എന്നർത്ഥം. ഇപ്പൊ ഈ
അമ്പലത്തിൽ പോയാൽ നമ്മള് ഭഗവതിയോടും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മൂർത്തിയോടും നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങ് പറഞ്ഞു പോരും എന്നല്ലാതെ അവര് നമ്മളോടൊന്നും മിണ്ടാറില്ല. അതാണ് പറഞ്ഞത്. ആ മുക്കോല ഭഗവതി എന്നോടൊന്നും മിണ്ടിയില്ല എന്നർത്ഥം. അപ്പോ ആകാശേന എന്ന് വെച്ചാല് പലാകാശേന മാനേന, മാനം ആകാശത്തെ മാനം എന്ന് പറയാറുണ്ടല്ലോ. പലാകാശേന വാ നവ, അതെന്താന്ന് വെച്ചാല് മാനം, ആകാശത്തെ മാനം എന്ന് പറയും. മാനേന ബഹുമാനം കൊണ്ടാണോ അതോ ബഹുമാനം കൊണ്ടോ അതോ എന്തോ ഒന്നും മിണ്ടിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ആ സാരസ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ, അപ്പൊ മനസ്സിലാവും. അങ്ങനെ ഇപ്പൊ ഈ അർത്ഥം ഇങ്ങോട്ട് ഈ ചോദിച്ച ആൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോ കേമനാണേ, ഉണ്ണി കേമനാണേ എന്ന് പറഞ്ഞിട്ടാണ് പോയി ചോദ്യം ചോദിച്ച വിദ്വാൻ. അങ്ങനെയാണ് ഉണ്ടായത്. കാക്കശ്ശേരി ഭട്ടതിരിയുടെ സമാവർത്തനം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ എല്ലാ കാര്യത്തിലും ഗ്രാഹ്യം വന്നു എന്നാണ് പറയുന്നത്. അതിനാൽ ശക്തൻ തമ്പുരാന്റെ ബ്രഹ്മസമാജത്തിലെ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായിട്ട് വാദിക്കുന്നതിനും പോകണം എന്ന് മലയാള ബ്രാഹ്മണരെല്ലാരും കൂടി അദ്ദേഹത്തോട് പറയാൻ തുടങ്ങി. 16 വയസ്സായപ്പോഴത്തേക്കും സകല കാര്യങ്ങളും മനസ്സിലായി പഠിച്ചു എന്നാണ് പറയണത്. അപ്പോ അവിടെ എല്ലാ കൊല്ലവും അവിടെ ആ ശാസ്ത്രികളാണല്ലോ, ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് വാദിച്ചു ജയിക്കുന്നത്. 16 വയസ്സ് കഴിഞ്ഞപ്പോ ബ്രാഹ്മണരെല്ലാരും കൂടി തീരുമാനിച്ചു, ഈ കൊല്ലം നമുക്ക് ഉണ്ണിയെ വിടാം, കാക്കശ്ശേരി ഉണ്ണിയെ വിടാം വാദിക്കുന്നതിന്. നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധികളായിട്ട് കാക്കശ്ശേരി ഉണ്ണി പോട്ടെ എന്ന് ഉറപ്പിച്ചു. ആ ഭാഗം നമുക്ക് അടുത്ത തവണ കേൾക്കാം. ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ തുടർച്ചയായിട്ട് ഇങ്ങനെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്താലേ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുകൊണ്ടാണ് പറയണത്. കഥ പോസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ അത് കേൾക്കാൻ ലിങ്ക് കൊടുക്കേണ്ടി വരില്ല. അതാണ്. അല്ലെങ്കിൽ ഒരുപാട് പേര് എനിക്ക് ലിങ്ക് തരൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ലിങ്ക് ഇല്ലാതെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഈ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ അതിന്റെ ബെല്ലൈക്കണും ഒന്ന് ഓൺ ആക്കിയിട്ടാൽ എല്ലാ നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ എല്ലാവർക്കും ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത തവണ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.